ഹായ് എല്ലാവർക്കും നമസ്കാരം. മാൻസ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ലിജ. മാൻസ ഫാഷൻസ് പത്തനംതിട്ട ജില്ലയിലാണ് കേട്ടോ. ഓൺലൈൻ ഷോപ്പിംഗ് മാത്രമേ ഉള്ളൂ, നമുക്ക് ഓഫ്ലൈൻ ഇല്ല, കടയല്ല. ഒരുപാട് പേര് വീഡിയോ ചോദിക്കുന്നുണ്ട്, കടയാണോ ചോദിക്കുന്നുണ്ട്. കടയല്ല, നമുക്ക് ഓൺലൈനായിട്ട് വീട്ടിൽ തന്നെയാണ് ഞാൻ സെയിൽ നടത്തുന്നത്. നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നു, അങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കടയല്ല, വീട്ടിൽ നമുക്ക് സെയിലില്ല കേട്ടോ, ഓൺലൈനായിട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ കോട്ടണിൻ്റെ ഡ്രസ് മെറ്റീരിയൽസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 550 തന്നെയാണ് സ്റ്റാർട്ടിങ് റേറ്റും തോന്നുന്നു. 550 തുടങ്ങി 850 വരെ മാക്സിമം പ്രൈസിൽ വരുന്ന കോട്ടൺ ഡ്രസ് മെറ്റീരിയൽസിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം സ്ക്രീനിൽ തന്നെ ഞാൻ നമ്പരും കൊടുത്തേക്കാം, അതുപോലെ തന്നെ എമൗണ്ടും കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ടേബിളിൻ്റെ പുറത്ത് നിരത്തിയിട്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ വീഡിയോ ചെയ്തേക്കുന്നത്. ഒരുപാട് പേർക്ക് അതാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെ ചെയ്യുമ്പോഴാണ് പ്രിൻറ്റ് നല്ലപോലെ കാണാൻ പറ്റുന്നത്, ഇഷ്ടപ്പെട്ട നോക്കി സെലക്ട് ചെയ്യാൻ പറ്റുന്നതെന്നൊക്കെ കുറച്ച് പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഴയ രീതിയിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ഇൻട്രോ മാത്രം ഇങ്ങനെ പറയാം, വീഡിയോ പഴയ രീതിയിൽ തന്നെ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം കൂടുതലും പേർ അങ്ങനെയാണ് കമൻറ്റ് ചെയ്തത്, അത് ഇഷ്ടപ്പെട്ടു, അതാണ് കുറച്ചുകൂടെ ക്ലിയറായിട്ട് പ്രിൻറ്റുകളൊക്കെ നല്ലോണം കാണാൻ പറ്റുന്നു എന്നൊക്കെ ഒരുപാട് പേര് അങ്ങനത്തെ കമൻറ്റ്സ് പറഞ്ഞു. അപ്പോൾ അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, രണ്ട് രീതിയിലും ചെയ്ത് നോക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല കമൻറ്റ്സ് ഏതിനാണ് വരുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ല, ഈ രീതി ഇഷ്ടപ്പെട്ടില്ല, പഴയതുപോലെ വീണ്ടും വെച്ച് കാണിച്ച് തന്നെ വേണമെന്ന് പറയുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ ആയാലും മിക്സ് ചെയ്ത് എന്തായാലും രണ്ട് രീതിയിലും ചെയ്യാം. എല്ലാവരുടെയും ഇഷ്ടം നോക്കണമല്ലോ നമ്മൾ. ഓക്കെ, അപ്പം പിന്നെ അതുപോലെ തന്നെ നമുക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ്സേ ഉള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ഒരുപാട് പേര് ചോദിച്ചു. നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഒന്നുമില്ല, അത്ര വലിയ ബിസിനസ് ഒന്നും നമ്മൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്. അപ്പം ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി ഒന്നും അവൈലബിൾ ആക്കാൻ മാത്രമുള്ള ലെവലിലേക്ക് നമ്മുടെ ബിസിനസ് വളർന്നിട്ടില്ല. ക്യാഷ് ഓൺ ഡെലിവറി ഒക്കെ വേണമെങ്കിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പൈസയൊക്കെ കെട്ടിവെച്ച് അങ്ങനെയൊക്കെ എന്തൊക്കെ ഫോർമാലിറ്റീസൊക്കെ ഉണ്ട്, നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേപ്പറൊക്കെ കൊടുക്കണം. അപ്പോൾ നമ്മൾ ആ ഒരു ലെവലിലോട്ട് നമ്മുടെ ബിസിനസ് വളർന്നിട്ടില്ല. അപ്പം എന്തായാലും ഇൻ ഫ്യൂച്ചർ ഉറപ്പായും നമ്മൾ എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ക്യാഷ് ഓൺ ഡെലിവറി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിൽ ഇൻ ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പിന്നെ ഫോൺ പേ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്, അതുപോലെ തന്നെ അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ, അപ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ്സിലാണ് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് സെലക്ട് ചെയ്താൽ ഒരു 15 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം. ഞാൻ നാളെ ചെയ്യാം പേയ്മെൻറ്റ്. അത് പ്രത്യേകിച്ച് ഈ വീഡിയോ വരുന്ന ദിവസങ്ങളിൽ അതൊട്ടും നമുക്ക് ഒരു പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ അങ്ങനെ പിന്നീടാണ് ഉടനെ പേയ്മെൻറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റ് മാറ്റി വെക്കത്തില്ല പേയ്മെൻറ്റ് ചെയ്യാതെ. കാരണം അങ്ങനെ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. മാറ്റി വെച്ചാൽ വൈകിട്ട് ചെയ്യാനായിട്ട് പിന്നെ മെസ്സേജ് ഒന്നും അയക്കത്തില്ല. ഞാൻ പിന്നെ അങ്ങോട്ട് ചോദിക്കാൻ നിൽക്കത്തില്ല, വേണ്ടേ എന്നൊന്നും ഞാൻ അങ്ങോട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാറുമില്ല. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പേര് നമ്മളോട് ചിലപ്പോൾ ഇത് ആവശ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു സെയിലാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഉടനെ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെങ്കിൽ നിങ്ങൾ പ്രൊഡക്റ്റ് വെറുതെ സെലക്ട് ചെയ്ത് വെക്കാതിരിക്കുക. അപ്പോൾ മാക്സിമം 15 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ രാവിലെ സെലക്ട് ചെയ്തിട്ട് വൈകുന്നേരം ചിലർ പേയ്മെൻറ്റ് ചെയ്യും. അപ്പോഴത്തേക്കും അത് എനിക്കറിയാം, ജോലിക്ക് പോകുന്നവരപ്പം നമ്മളെ സൗകര്യം അനുസരിച്ചാണ് ചെയ്യുന്നതെന്നറിയാം. പക്ഷെ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ അത് അങ്ങ് സെയിലായി പോകുന്നതാണ് കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ജസ്റ്റ് അവൈലബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേച്ച് വേണം പേയ്മെൻറ്റ് ചെയ്യാൻ. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബാങ്ക് ട്രാൻസ്ഫർ നമുക്ക് ഒഴിവാക്കാമല്ലോ. ഇതിനൊക്കെ ഗൂഗിൾ പേ ഒക്കെ നമുക്കിതിനൊക്കെ പൈസ പിടിക്കും, ഗൂഗിൾ പേ. ഓക്കെ, അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഓക്കെ, അതുപോലെ തന്നെ 15 മിനിറ്റിനുള്ളിൽ എന്തായാലും പേയ്മെൻറ്റ് ചെയ്തിരിക്കണം കേട്ടോ. പ്രൊഡക്റ്റ് എല്ലാം നമ്മൾ മാറ്റി വെക്കുന്ന ഇതില്ല കേട്ടോ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്പീഡ് പോസ്റ്റ് നമ്മൾ നമ്മുടെ പോസ്റ്റ് വഴിയും DTDC വഴിയാണ് അയക്കുന്നത്. DTDC വഴി അയക്കുന്നത് കസ്റ്റമറിൻ്റെ റിസ്ക്കിലായിരിക്കും കേട്ടോ. 1-2 അനുഭവം ഉണ്ടായി, പ്രോഡക്റ്റ് മിസ്സായ അനുഭവങ്ങളൊക്കെ ഉണ്ടായി. അതുകൊണ്ട് കസ്റ്റമറിൻ്റെ സ്വന്തം റിസ്ക്കിൽ DTDC വഴി അയക്കുകയുള്ളൂ. പിന്നെ അല്ലെങ്കിൽ നോർമൽ പാഴ്സൽ, രജിസ്റ്റേർഡ് പാഴ്സൽ വഴി നമ്മൾ അയക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മോനിവിടെ വന്നിരിപ്പുണ്ട്, അതിൻ്റെയാണ് ഫോണിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. മോനിവിടെ വന്നിരുന്ന കാർട്ടൂണിലാണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, കേരളത്തിന് വെളിയിലോട്ട് നമ്മൾ രജിസ്റ്റേർഡ് പാഴ്സൽ നമ്മൾ സ്പീഡ് പോസ്റ്റിലാണ് അയക്കുക കേട്ടോ. കേരളത്തിനുള്ളിലേക്ക് സ്പീഡ് പോസ്റ്റായിട്ട് അയക്കും. കേരളത്തിനകത്തോട്ട് നോർമൽ രജിസ്റ്റേർഡ് പാഴ്സലാണ് കേട്ടോ. കേരളത്തിനകത്ത് 3 മുതൽ 4 വർക്കിംഗ് ഡേയ്സും കേരളത്തിന് വെളിയിലോട്ട് മിനിമം 5 വർക്കിംഗ് ഡേ, 5 മുതൽ ഒരു 7-8 വർക്കിംഗ് ഡേ വരെയൊക്കെ ആകാം കേട്ടോ. മിനിമം 5 വർക്കിംഗ് ഡേ വേണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ. അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യാൻ നെക്സ്റ്റ് ഡേ തന്നെ ഡിസ്പാച്ചാണ്. നെക്സ്റ്റ് ഡേ പബ്ലിക് ഹോളിഡേ അല്ല എങ്കിൽ, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ സെർവർ ഡൗൺ ആയിരിക്കും, നെറ്റ്വർക്ക് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊന്നുമുള്ള വിഷയങ്ങളില്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയായാലും DTDC വഴിയായാലും സാധനം ഡിസ്പാച്ച് ചെയ്യും. കാരണം DTDCക്കാർ വീട്ടിൽ വന്നെടുത്തോളൂ, എനിക്ക് കുഴപ്പമില്ല. പോസ്റ്റ് ഓഫീസ് എൻ്റെ വീടിൻ്റെ തൊട്ട് വാതിക്കല പോസ്റ്റ് ഓഫീസ്, ഗേറ്റ് തുറന്ന് നേരെ ഇറങ്ങുന്ന പോസ്റ്റ് ഓഫീസ്, വീട് പോലെ പോസ്റ്റ് ഓഫീസ്.
അപ്പോൾ എനിക്ക് പ്രോഡക്റ്റ് അയക്കുന്ന ഒരു ബേർഡനേ അല്ല, ഞാനത് തള്ളി വെക്കുകയില്ല. എത്രയും മാക്സിമം ഞാൻ പറഞ്ഞില്ല, പബ്ലിക് ഹോളിഡേ അല്ല, പിന്നെ അതുപോലെ അവിടെ സെർവർ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഇവിടുന്ന് ഡിസ്പാച്ച് ആവും. ഓൾറെഡി വാങ്ങിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം, പെട്ടെന്ന് സാധനം കിട്ടിയിട്ടുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, DTDC വഴി അയച്ച 1-2 എണ്ണം ഇങ്ങനെ മിസ്സിങ് പ്രശ്നം അങ്ങനത്തെ ഒക്കെ വന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് DTDC ആണെങ്കിൽ സ്വന്തം റിസ്ക്കിലായിരിക്കും, കസ്റ്റമറിൻ്റെ റിസ്ക്കിലേ നമ്മൾ അയക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ പോസ്റ്റ് വഴി കേട്ടോ. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാതെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. ഫോൺപേ, ഗൂഗിൾ പേ ഉണ്ട്, അക്കൗണ്ട് ട്രാൻസ്ഫർ ഉണ്ട്. ഓക്കെ, ഇതെല്ലാം 15 മിനിറ്റിനുള്ളിൽ പേയ്മെൻറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്കത് ഒരു ബുദ്ധിമുട്ടാണ്, നമുക്ക് അങ്ങനെ മാറ്റി വെക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അതിന് മാത്രമൊന്നും ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും എടുത്തൊന്നും സെയിൽ ചെയ്യുന്ന ആളല്ല ഞാനൊരു ബഡ്ജറ്റിൽ, എൻ്റെ ഒരു ബഡ്ജറ്റിൽ ഞാൻ പ്രോഡക്റ്റ്സ് നല്ല വളരെ സെലക്റ്റീവായിട്ടാണ് ഞാൻ പ്രോഡക്റ്റ്സ് എടുക്കുന്നത്. ഒരെണ്ണം പോലും മോശം എന്ന് ആരും പറയും, ഇത് കൊള്ളത്തില്ലല്ലോ, ഈ ഡിസൈൻ കൊള്ളത്തില്ലല്ലോ എന്ന് ആർക്കും തോന്നരുതെന്നുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹത്തോടു കൂടി അങ്ങനെയാണ് ഞാൻ ഓരോ പ്രോഡക്റ്റ്സും സെലക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബൾക്ക് ക്വാണ്ടിറ്റി ഒന്നും എടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ബൾക്ക് ക്വാണ്ടിറ്റിയിലും എനിക്ക് എടുക്കാനുള്ള ഒരു ലെവലിലോട്ട് എൻ്റെ ബിസിനസ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഭാവിയിലാവുമ്പം ബൾക്ക് ക്വാണ്ടിറ്റിയിലൊക്കെ ഒരുപാട് സാധനം എടുത്ത്, പിന്നെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറിയും അങ്ങനെ എല്ലാ കസ്റ്റമേഴ്സിന് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫെസിലിറ്റീസും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഉടനെ തന്നെ ഈ വരാൻ പോകുന്ന 2024 തന്നെ എല്ലാം അങ്ങനെ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ബിസിനസ് ഇപ്പം 5,000 സബ്സ്ക്രൈബേഴ്സ് ആകാൻ പോകുന്നു. വളരെ സന്തോഷം. ഒരു 1.5 വർഷം കൊണ്ട് 5,000 സബ്സ്ക്രൈബേഴ്സ്, ഭയങ്കര സന്തോഷം. 2022 നവംബറിലാണ് ബിസിനസ് തുടങ്ങുന്നത്. അപ്പം 1.5 വർഷം കൊണ്ട് 5,000 സബ്സ്ക്രൈബേഴ്സ് ആയാലും ഭയങ്കര സന്തോഷമുണ്ട്. ബിസിനസ്സൊക്കെ നല്ല രീതിയിൽ വളരാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ വീഡിയോസ് പറ്റുവാണെങ്കിൽ ഷെയർ ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടുതൽ കിട്ടുമല്ലോ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അവരും വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും, അല്ലെങ്കിൽ അവർ കാണാൻ ആഗ്രഹിക്കുന്നത്, വാങ്ങിച്ചില്ലെങ്കിൽ ഇതൊക്കെ കാണുന്ന ഒരു സന്തോഷമല്ലേ. ഡ്രസ്സ്, ഞാനത് ഡ്രസ്സിൻ്റെ ബിസിനസ് തന്നെ, എന്തെല്ലാം ബിസിനസ് തുടങ്ങാമായിരുന്നു. അപ്പോൾ എനിക്ക് ഡ്രസ്സിൻ്റെ ബിസിനസ്, കാരണം എനിക്ക് ഇഷ്ടമാണ് ഡ്രസ്സ്. നമ്മൾ വാങ്ങിച്ചില്ലെങ്കിലും നമ്മൾ ഇട്ടില്ലെങ്കിലും എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഡ്രസ്സിൻ്റെ ബിസിനസ് തന്നെ, വേറെ ഒന്നും തുടങ്ങാതെ ഡ്രസ്സിൻ്റെ തന്നെ തുടങ്ങിയത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് താല്പര്യമുണ്ടെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, 5,000 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഒരു ഗീവ് അവേ, ഒരു വർഷത്തിൽ ഫസ്റ്റ് 1 ഇയർ ആനിവേഴ്സറിയിൽ ഗീവ് അവേ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഓപ്പറേഷൻ്റെ പുറകിന് പോയി. 1 ഇയറിൽ ഓപ്പറേഷൻ ആ ഒരു ഇതായിരുന്നു. ഞാനിവിടെ റെസ്റ്റും കാര്യങ്ങളും ആ സമയത്തൊന്നും, ഞാൻ അന്ന് ഗീവ് അവേ പ്ലാൻ ചെയ്ത 1 ഇയർ ആകുമ്പോൾ. പക്ഷേ അന്നേരം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് 1 മാസം പോലും ആയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് അന്നേരം വീഡിയോ ചെയ്യാനുള്ള മാനസികാവസ്ഥ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ പോയതാണ്. അപ്പോൾ എന്തായാലും 5,000 സബ്സ്ക്രൈബേഴ്സ് തികയുമ്പോൾ എന്തായാലും ഞാനൊരു ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. വലിയ റൂൾസൊന്നും കാണത്തില്ല, ചെറിയ എന്തെങ്കിലുമൊക്കെ റൂൾസ്. ഞാനൊന്നും ആലോചിച്ചിട്ട് പോലില്ല കേട്ടോ, എന്ത് റൂൾസൊക്കെ വെക്കണം അതൊന്നും ഞാനിതുവരെ പ്ലാൻ ചെയ്തിട്ട് ആലോചിച്ചിട്ടൊന്നുമില്ല. ആലോചിക്കട്ടെ കേട്ടോ. അതിൽ ചെറിയ എന്തെങ്കിലും രീതിയിലുള്ള, നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള കണ്ടീഷൻസ് ഒന്നും കാണത്തില്ല. ഞാനൊക്കെ ആലോചിക്കുന്നുണ്ട്, പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും 5,000 സബ്സ്ക്രൈബേഴ്സ് 4,600 അങ്ങോട്ട് സംതിങ് ആയി. അപ്പോൾ ഈ വീഡിയോ കൂടെ കഴിയുമ്പോഴത്തേക്കും 5,000 സബ്സ്ക്രൈബേഴ്സ് ആകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണം. അപ്പോൾ അന്നേരം എന്തായാലും ഒരു ഗീവ് അവേ വെക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പം കത്തി ബോറായിട്ടുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് വീഡിയോ ഉണ്ടോ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് ആദ്യത്തെ കളക്ഷൻ വരുന്നത് കേട്ടോ. ഇത് സ്ലബ് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. 2.25 ഇതിൻ്റെ കട്ട് വരുന്നത് കേട്ടോ. നീളവും വീതിയൊക്കെ ആവശ്യത്തിന് നീളവും വീതിയൊക്കെ ഉണ്ട്. ഒരുപാട് ഹൈറ്റ് കൂടിയവർക്ക് 2.25 പറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇത് 2.25 മീറ്റർ കേട്ടോ ഇതിൻ്റെ കട്ട് വരുന്നത്. ബോട്ടം 2.5 വരും. ബോട്ടം 2.5 ഉണ്ട് കേട്ടോ. ടോപ്പിനേക്കായും കുറച്ചുകൂടെ നല്ല നീളവും വീതിയിലാണ് ബോട്ടം വരുന്നത്. പ്രിൻ്റഡ് ആയിട്ടുള്ള, വൈറ്റിൽ പ്രിൻ്റഡ് ആയിട്ടുള്ള സ്ലബ് കോട്ടൺ തന്നെ. സ്ലബ് കോട്ടൺ തന്നെ നല്ല ക്വാളിറ്റിയുള്ള സ്ലബ് കോട്ടൺ ആണ് കേട്ടോ ഇത് വരുന്നത്. 550 റേറ്റ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് നമാസി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ്. 2 സൈഡ് ഇടാനായിട്ടൊക്കെ നല്ലോണം തികയും. പിന്നെ വീഡിയോയിൽ കാണുന്നതിനേക്കാളും ചെറിയ കളർ ഡിഫറൻസ് കാണും കേട്ടോ. അതെല്ലാവരും ഒന്ന് അക്സെപ്റ്റ് ചെയ്യുക. അയ്യോ ഇത് നിങ്ങൾ കാണിച്ച കളറല്ലല്ലോ. നമ്മൾക്കിപ്പം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്നതും വീഡിയോയിൽ ഫോട്ടോസിലൊക്കെ എടുക്കുന്നത് നമുക്ക് അത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് ഒരിക്കലും എടുക്കാൻ പറ്റില്ല, ഫോട്ടോസിലും വീഡിയോസിലും ഒന്നും. അപ്പോൾ ചെറിയൊരു കളർ ഡിഫറൻസ് കാണും. ഒന്നെങ്കിൽ കുറച്ചുകൂടെ ലൈറ്റ് കളറായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ കാണുന്നതിനേക്കാളും കുറച്ച് ഡാർക്ക് കളറായിരിക്കും. അതൊക്കെ എല്ലാവരും ഓൺലൈൻ ഷോപ്പിംഗ് സ്ഥിരമായിട്ട് ചെയ്യുന്നവർക്ക് അത് അറിയാമല്ലോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം
പ്രോഡക്റ്റ് വാങ്ങിക്കാൻ. അയ്യോ ഈ കളറല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ചതെന്ന് പിന്നെ പറഞ്ഞിട്ട് അതിലൊരു പോയിൻ്റ് ഇല്ലല്ലോ. അതായത് എന്തായാലും വീഡിയോ കാണുന്ന കളറും അല്ലെങ്കിൽ ഫോട്ടോ കാണുന്ന കളറും നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു ചെറിയൊരു സ്ലൈറ്റായിട്ടുള്ള ഡിഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതെല്ലാം വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് വെച്ച് എനിക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കേട്ടോ. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഓൾറെഡി കട്ടൊക്കെ ഞാൻ പറഞ്ഞല്ലോ, 2.25 അതിൻ്റെ കട്ട് വരുന്നത്. വീതിയൊക്കെ നോർമൽ ഒരു 40-42 ഒക്കെ അതിൻ്റെ വീതി വരും. ഓക്കെ, അതിൻ്റെ ബോട്ടം വരുന്നത് 2.5 മീറ്റർ വരും. ദുപ്പട്ട 2.25, ടോപ്പും ദുപ്പട്ട 2.25. ഓക്കെ, ഇനി 599 കാണാം കേട്ടോ അടുത്തത്. അത് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ 599. ഇത് സ്ലബ് കോട്ടൺ അല്ല, കോട്ടൺ തന്നെയാണ് കേട്ടോ. ഒരുപാട് കൂടിയ കോട്ടൺ അല്ല, പക്ഷെ എന്നാലും സാധാ സ്ലബ് കോട്ടൺ അല്ല കേട്ടോ. കുറച്ചും കൂടി സ്ലബ് കോട്ടണേക്കായി കുറച്ചും കൂടി ഒരു കോട്ടൻ്റെ മിക്സ് വരുന്നൊരു മെറ്റീരിയലാണ്. കോട്ടൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ മടക്കി വെച്ചേക്കുന്നതിൻ്റെ ഒരു ഫീല് കണ്ടാൽ അറിയാമല്ലോ, ഷിഫോൺ മെറ്റീരിയലൊന്നും അല്ല, കോട്ടൺ തന്നെയാണ്. നമുക്ക് മെറ്റീരിയലിൻ്റെ ഒരു ഫീല് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ ഇങ്ങനെ ടൈ ഏരിയയിൽ ഇങ്ങനെ മുത്തൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. തയ്ച്ച് വെച്ചിരിക്കുകയല്ല, അതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് മുത്തൊക്കെ കേട്ടോ. അപ്പോൾ ഇതാണ് 4 കളേഴ്സ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. നല്ലൊരു റെഡ് കളറാണ് കേട്ടോ. ചെറിയ സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ കാണും കേട്ടോ. ഇപ്പോൾ റെഡെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റെഡ് തന്നെ ആയിരിക്കണമെന്നില്ല. ഡാർക്ക് റെഡ് ആവാം, ലൈറ്റ് റെഡ്, അങ്ങനെ ചെറിയൊരു ഡിഫറൻസ് കാണും. അപ്പോൾ ഇത് പക്ഷേ എനിക്ക് കണ്ടിട്ട് ഞാൻ നേരിട്ട് കണ്ട കളർ തന്നെയാണ് കണ്ടതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, ടൈ ഏരിയയിൽ ഒരു ഇതുണ്ട്. ഇതും 2.25 തന്നെയാണ് കേട്ടോ. 2.25 ഇതിൻ്റെ കട്ട് വരുന്നത്. ബോട്ടവും 2.25, ദുപ്പട്ടയും 2.25. ടോട്ടൽ 2.25 കട്ടാണ്. പ്രൈസ് വരുന്നത് 599 കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് 599 റേറ്റ് വരുന്നത്. ഓക്കെ, ഇതിൻ്റെ ദുപ്പട്ടയൊക്കെ നല്ലൊരു ക്രിസ്മസിന് കളക്ഷനായിട്ട് ഇടാൻ പറ്റിയതായിരുന്നു. പക്ഷേ ആ സമയത്ത് നമുക്കിത് പ്രോഡക്റ്റ് എത്തിയിട്ടില്ലായിരുന്നു. ഇതൊരു ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പീസായിരുന്നു. ദുപ്പട്ട നോക്കി, ദുപ്പട്ടയുടെ എൻഡിൽ ഇങ്ങനെ ടാസിൽസ് ഒക്കെ ഉണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഒരു മസ്റ്റേർഡ് യെല്ലോ കളറാണ് കേട്ടോ. പ്യുവർ യെല്ലോ അല്ല, മസ്റ്റേർഡ് യെല്ലോ ആണ്. പ്ലെയിൻ പാൻറ്റാണ് കേട്ടോ. പ്ലെയിൻ പാൻറ്റ്, പ്രിൻറ്റഡ് ദുപ്പട്ട. എല്ലാം ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല. ഡിസൈൻ ഇതുപോലെ തന്നെ വരും, കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ. കോട്ടൺ ആണ് കേട്ടോ, സ്ലബ് കോട്ടൺ അല്ല, നോർമൽ കോട്ടൺ. ഇതതിൻ്റെ ഒരു നല്ലൊരു ഡാർക്ക് ഗ്രീന്. എനിക്ക് വീഡിയോയിൽ നേരിട്ട് കണ്ട കളർ തമ്മിൽ വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ ഒരു മുൻകൂർ ജാമ്യം പോലെ പറയുകയാണ്, ചെറിയ ഡിഫറൻസ് എന്തായാലും കാണും കേട്ടോ. ഇനിയുള്ളവരുണ്ടോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്ലാക്കാണ് കേട്ടോ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ആരൊക്കെയോ എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നു, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുണ്ടോ എന്നൊക്കെ ആരൊക്കെയോ ചോദിച്ചിരുന്നു. ഒരുപാട് പേര് മെസ്സേജ് അയക്കുമ്പോൾ പറയാറുണ്ട്, പുതിയ കളക്ഷൻ വരുമ്പോൾ മെസ്സേജ് അയക്കണേ എന്ന്. പേഴ്സണലായിട്ട് ഒരാൾക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞാൽ ഒട്ടും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ വീഡിയോ അപ്ലോഡ് ആകുന്ന സമയത്ത് നമുക്കൊരു 10, 200, 300 മെസ്സേജുകൾ വരും. നമുക്ക് എല്ലാത്തിനും ആരൊക്കെ അപ്പോൾ ഒരു പേരിലുള്ള ഒരുപാട് പേര് കാണും, ഒരുപാട് കോണ്ടാക്ട്സ് കാണും, ഒരേ സെയിം പേരിലുള്ള ആൾക്കാർ തന്നെ. അപ്പോൾ നമ്മളിത് ആരാന്ന് ഓർത്തിരുന്ന് ഇതിന് മറുപടി അയക്കുക എന്നൊക്കെ പറയുന്നതും, അല്ലെങ്കിൽ കളക്ഷൻ വരുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുക എന്നൊക്കെ പറയുന്നത് അത്ര ഒരു പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് കോപ്പറേറ്റ് ചെയ്യണം. ജസ്റ്റ് നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ വാട്സപ്പിൽ എന്തായാലും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യും. വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ, ഇപ്പോൾ ഈ വീഡിയോ വരുന്ന ഉച്ചയ്ക്ക് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തു, ഇന്ന് വൈകിട്ട് വീഡിയോ വരും എന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ വാട്സപ്പിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗ്രൂപ്പിലും സ്റ്റാറ്റസിലും അപ്ഡേറ്റ് ചെയ്തു. പിന്നെ അതുപോലെ ഞാൻ യൂട്യൂബിൽ ഞാനൊരു അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, വീഡിയോ വരും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫോൺ നമ്പറൊക്കെ ഒന്ന് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ ഇങ്ങനത്തെ അപ്ഡേഷൻസ് ഒന്നും മിസ്സാവത്തില്ല. ഓക്കെ, ഇത് അടുത്ത സെറ്റാണ് കേട്ടോ, 799. ഇത് 2.5 അടുത്ത് വരും കേട്ടോ. ഇത് നമ്മൾ 2.5 മീറ്റർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സത്യം പറഞ്ഞാൽ 49 ഇഞ്ചാണ്. പക്ഷേ 49 ഇഞ്ച് കാണത്തില്ല കേട്ടോ, മനസ്സിലായോ? ഒരു 47, 46, 47, 48 ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് വരുന്നത് 2.5 മീറ്ററിന്ന്. കാരണം 2.5 മീറ്റർ എന്നങ്ങ് പറയുന്നതേ ഉള്ളൂ, പക്ഷേ കട്ട് ഒരിക്കലും 49 ഇഞ്ചിൽ കിട്ടില്ല. 48, 49 ഇഞ്ചാണ് 2.5 മീറ്റർ, പക്ഷേ 47 ഒക്കെ കിട്ടുള്ളൂ കേട്ടോ.
ഇത് ഓൾറെഡി ഒരു കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഇട്ടതിൻ്റെ തന്നെ വേറെ പ്രിൻറ്റുകൾ, ഇതൊരുപാട് എൻക്വയറി വന്ന പീസാണ്, വേറെ പ്രിൻറ്റിൻ്റെ റീസ്റ്റോക്കാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ റീസ്റ്റോക്ക് വരാൻ സാധ്യതയുള്ള മെറ്റീരിയൽസ് നിങ്ങൾ എൻക്വയറി ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇതിൻ്റെ റീസ്റ്റോക്ക് വരും എന്ന് പറയാറുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ അന്നേരം നിങ്ങൾ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ബുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നൂർത്തി കാണിച്ചതിൻ്റെ മെറൂണാണ് കേട്ടോ, മെറൂണും നേവി ബ്ലൂ ആണ് കേട്ടോ കളേഴ്സ്. അതിൻ്റെ കോമ്പിനേഷനിൽ പ്രിൻ്റ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരും കേട്ടോ, പ്രിൻ്റ് മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരും കണ്ടോ. ഇത് വേറൊരു പ്രിൻ്റ്. അപ്പോൾ എന്താ പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്വാൻസ് വേണേൽ ബുക്ക് ചെയ്യാൻ പറ്റും റീസ്റ്റോക്ക് ഐറ്റംസ്. പക്ഷേ കാരണം അന്നേരം വരുമ്പം എടുക്കാമെന്ന് വെച്ച് നോക്കിയിരിക്കുമ്പോൾ മിക്കവാറും സാധനം കിട്ടണം എന്നില്ല. കാരണം നിങ്ങൾ വീഡിയോ കാണാൻ വെച്ചിട്ട് ലേറ്റായിപ്പോയി, വീഡിയോ മിസ്സായി പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവും. അപ്പം അഡ്വാൻസ് ബുക്കിംഗ് ചെയ്ത് വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. റീസ്റ്റോക്ക് ഐറ്റം ആണെങ്കിൽ ഞാൻ സോൾഡ് ഔട്ട് ആകുമ്പോഴേ പറയും. നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഒരുപാട് പേരുടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, റീസ്റ്റോക്ക് ആവുന്ന ഐറ്റം ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സെറ്റ് കാണാം. ഇത് നല്ല സോഫ്റ്റ് കോട്ടൺ നല്ല ക്വാളിറ്റി കോട്ടണിൽ വരുന്ന കേട്ടോ, സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ വരുന്നതാണ്. ഇതിൻ്റെ പേസ്റ്റൽ കളേഴ്സാണ് വരുന്നത് കേട്ടോ. 850 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഈ ഗ്രീൻ വണ്ണം നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കാത്തതെന്ന് പറഞ്ഞാൽ കളർ ഡിഫറൻസേ ഉള്ളൂ, എല്ലാം ഒരുപോലെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതെല്ലാം കുത്തി മടക്കണമല്ലോ, അതൊരു മടിയുള്ള കാര്യമാണ്, അതോടെ കൊണ്ടാണ് കേട്ടോ എല്ലാം ഇങ്ങനെ തുറന്ന് കാണിക്കാത്തത്. ഇത് നല്ല നീളവും നല്ല വീതിയൊക്കെ ഉള്ള മെറ്റലാണ് കണ്ടോ, നല്ല വീതിയും. അത് അത്യാവശ്യം ഒരു 3XL വരെയുള്ളവർക്ക് തയ്ക്കാം. ഇപ്പോഴും ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ പറയുകയാണ്, നിങ്ങൾ കുറച്ച് ഹൈറ്റ് കൂടിയ ആളാണ്, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തടി കൂടിയ ആളാണ്, XXL വരെയുള്ളവർക്ക് വലിയ കുഴപ്പമില്ല, ഏത് മെറ്റീരിയൽ നമുക്ക് ഓക്കെ ആക്കാം. 3XL തൊട്ട് മുകളിലോട്ടുള്ളവർ ജസ്റ്റ് നിങ്ങളൊന്ന് പ്രോഡക്റ്റിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ ഒന്ന്, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് പർച്ചേസ് ചെയ്യുക. ജസ്റ്റ് ചുമ്മാ സ്കിപ്പ് അടിച്ചിട്ട് അല്ലെങ്കിൽ പറയുന്നൊന്നും കേൾക്കുന്നില്ല ചിലർ, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് കാണുന്ന ഒരെണ്ണം അങ്ങ് സ്ക്രീൻഷോട്ട് എടുത്ത്. അപ്പോൾ നിങ്ങൾക്ക് ആ സൈസ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ. ഇതൊരു ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ, ഗ്രേ അല്ല, ബ്ലൂ കളറാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിട്ട് വേണം 3XL മുതൽ മേളോട്ട് സൈസുള്ളവർ, അതുപോലെ തന്നെ ഹൈറ്റും ഒരു 165 സെൻറ്റിമീറ്ററിന് മുകളിലോട്ടുള്ളവർ ഉറപ്പായും മെഷർമെൻറ്റ്സ് എല്ലാം ചോദിച്ചിട്ടേ പർച്ചേസ് ചെയ്യൂ. ഇതെനിക്ക് എത്തത്തില്ല, ഇതെനിക്ക് ഹൈറ്റ് കിട്ടത്തില്ല, ഇതെനിക്ക് വണ്ണം കിട്ടത്തില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഇതെല്ലാം 2.5 മീറ്റർ കട്ടാണ്. പക്ഷേ 2.5 മീറ്റർ എന്ന് പറയുമ്പോഴും 49 ഇഞ്ചില്ല, 47 അത്രയൊക്കെ കാണുള്ളൂ കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് കൂടിയതൊക്കെ ഓൾമോസ്റ്റ് കട്ടൊക്കെ നല്ലപോലെ കിട്ടും, പ്രത്യേകിച്ച് നമുക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് മെഷർമെൻറ്റ്സ് നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും റേറ്റ് കൂടിയ ഐറ്റംസ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, 165 സെൻറ്റിമീറ്ററിന് മുകളിലേക്ക് ഹൈറ്റ് ഉള്ളവർ, അതുപോലെ തന്നെ XXL മുകളിലേക്ക് സൈസുള്ളവർ ഉറപ്പായും നിങ്ങൾ ഡബിൾ ചെക്ക് ചെയ്തിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കാൻ പറ്റൂ. റീഫണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യാതൊന്നും സൈസ് ഇഷ്യൂവിനൊന്നും അങ്ങനത്തെ ഇത് വരത്തില്ല. എന്തെങ്കിലും ഡാമേജ് ആയിട്ടുള്ള പീസാണെങ്കിൽ നമ്മൾക്ക് റീഫണ്ട് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഓപ്പൺ വീഡിയോ അതൊക്കെ വേണം കേട്ടോ. ഇത് നല്ല നീളവും വീതിയുള്ള വലിയ മെറ്റീരിയലാണ് കേട്ടോ. ഇത് 3XLകാർക്കൊക്കെ പറ്റും കേട്ടോ. ഇത് പാൻറ്റ് 2.25 തോന്നുന്നു, പാൻറ്റ് ടോപ്പ് 2.5 ഉണ്ട് കേട്ടോ. നല്ല വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്, നല്ല അടിപൊളി ലാവൻഡർ കളറിലാണ് കേട്ടോ. ലാവൻഡർ കോമൺ ആയിട്ട് വരുന്ന 2 പീസാണിത് കേട്ടോ വരുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക. നല്ല സോഫ്റ്റ് കോട്ടൺ മൽമലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത്. നല്ലൊരു മെറ്റീരിയലാണ്, മൽമലിൽ തന്നെ നല്ല ക്വാളിറ്റി കൂടിയ ഒരു മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ട് വരുന്നത്. നല്ലൊരു ഫീലുണ്ട്. നോർമൽ മൽമൽ പിടിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒരു പോളിഷ്ഡ് ഫീലുണ്ട് കേട്ടോ ഈ ദുപ്പട്ടയിൽ പിടിച്ചപ്പം. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ മൽമലാണിത്. ഇതതിൻ്റെ വേറൊരു പ്രിൻ്റാണ് കേട്ടോ. നല്ല ലാവൻഡർ കളറാണ്. ഏതാ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, അടുത്തത് ഇനി വരുന്ന എല്ലാം 850 തന്നെ കളക്ഷനാണ് കേട്ടോ. ഇനി വരുന്നത് ഒരു സെറ്റും കൂടെ ഉണ്ട് 850 ഓക്കെ. ഇനി 550 കൂടുതൽ കളക്ഷൻ ഞാൻ ഓൾറെഡി ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ വരും കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി വരാൻ പോകുന്ന 550 ഓൾറെഡി ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ഓർഡർ കൊടുത്തത്, അപ്പോൾ അതുകൊണ്ടാണ് ലേറ്റ് ആവുന്നുണ്ട് വരാനായിട്ട്. പക്ഷേ ഈ ആഴ്ച തന്നെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 550 വീഡിയോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തതായിട്ട് വരാൻ പോകുന്നത് കേട്ടോ. ഇത് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സോഫ്റ്റ് കോട്ടണിലാണ് വരുന്നത്. നല്ല നീളവും വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ് കേട്ടോ.
നല്ല നീളം ചെറിയ ജയ്പൂർ അജ്രക് പ്രിൻറ്റുകളാണ് വരുന്നത്. നല്ല സോഫ്റ്റ് കോട്ടണാണ്. ലൈനിങ് വെക്കുന്നതാണ് നല്ലത്. കോട്ടണിൽ എപ്പോഴും ലൈനിങ് വെക്കുന്നത്, സ്ലബ് കോട്ടണിൽ കുഴപ്പമില്ല. സ്ലബ് കോട്ടണിൽ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പക്ഷേ പ്യുവർ കോട്ടൺ വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും ലൈനിങ് വെക്കണം. കാരണം സൈഡിൽ നിന്ന് ഇങ്ങനെ കീറിയൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ് പ്യുവർ കോട്ടൺ ആകുമ്പോൾ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ലൈനിങ് വെച്ച് തന്നെ പ്യുവർ കോട്ടൺ തയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കോട്ടൻ്റെ വാഷിങ് ആൻഡ് കെയറിങ് ഓൾറെഡി മറ്റു വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഷാമ്പൂ വാഷ് ചെയ്യുക. കളർ ഫേഡ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി, ചുരുങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ചൂടുവെള്ളത്തിൽ കഴുകരുത്, ഷാമ്പൂ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ തുണി മറിച്ചിട്ടിട്ട് വെയിലത്തിട്ട് ഉണക്കുക. അല്ലെങ്കിൽ നേരെ നിവർത്തിയ തുണി ഇടുന്നതെങ്കിൽ, അതായത് സ്റ്റിച്ചിങ് അകത്ത് വരുന്ന രീതിയിൽ നമ്മൾ സാധാ ഇടുന്ന പോലെയാണ് തുണി ഇട്ട് ഉണക്കുന്നതെങ്കിൽ നിങ്ങൾ തണലത്തിട്ട് ഉണക്കുക. ഇല്ല ഒരു വെയിലത്തിട്ട് തന്നെ തുണി ഉണക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗം വെളിയിൽ വരുന്ന രീതിയിലിട്ട് നല്ല വശം അകത്ത്, അങ്ങനെ വേണം ഇത് ഒരു വെയിലത്തിട്ട് ഉണക്കാൻ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ നമുക്കൊരു പരിധി വരെ എന്താ പറയുക, ഈ കളർ ഫെയ്ഡിങ്, അതുപോലെ തന്നെ തുണി ചുരുങ്ങുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.